ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ LGS മൂന്നാം ഘട്ട പരീക്ഷ ഉള്ളവർക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് LGS എക്സാം എഴുതുന്ന കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിപ്പോകേണ്ട ക്വസ്റ്റ്യൻസാണ്, തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരാണെന്നാണ്? ദിവ്യ ദേശ്മുഖാണ് ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി. അപ്പോൾ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പാണ്, അതിൽ ജേതാവായിട്ടുള്ള ഇന്ത്യക്കാരിയാണ് ദിവ്യ ദേശ്മുഖ്. ഉറച്ച് പഠിച്ചിട്ട് വെക്കുക. ഇനി അടുത്തത്, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണെന്നാണ്? ഇറ്റലിയാണ് കേട്ടോ. ഓപ്ഷനാണ് 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യമാണ് ഇറ്റലിയാണ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏത്? അപ്പോൾ നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ്, ബാക്കി സഞ്ചരിക്കാനുള്ള അവകാശം, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്ന അവകാശങ്ങളാണ്. അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അവകാശമാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണെന്ന് ചോദിച്ചാൽ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് കേട്ടോ. അപ്പം ബാലവേല നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ബാലവേല നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും, രണ്ട് കോടതിയും നമുക്ക് സമീപിക്കാം. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്, സി ഓപ്ഷനാണ് കേട്ടോ. അപ്പം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ്? മമ്മൂട്ടിയാണ്. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ്. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടൻ ആരായിരുന്നു? മമ്മൂട്ടിയാണ് മികച്ച നടൻ. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഏകദിന ലോകകപ്പ് ജേതാക്കളാണ് ആസ്ട്രേലിയയാണ്. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കളാണ് ആസ്ട്രേലിയ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആസ്ട്രേലിയ. അടുത്തത്, കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്നാണ്? കക്കാട് ജലസേചന പദ്ധതി, കക്കാട് പത്തനംതിട്ട. അപ്പോൾ പത്തനംതിട്ടയിലാണ് കക്കാട് ജലസേചന പദ്ധതി എന്ന് ഓർത്തു വെക്കുക. കക്കാട് ജലസേചന പദ്ധതി എവിടെയാണ്? പത്തനംതിട്ടയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതെന്നാണ്? 2018 ആണ് കേട്ടോ. 2018 കേരളത്തിൽ ഔദ്യോഗിക ഫലമായിട്ട് ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 2018. കേരളത്തിൽ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2018. അടുത്ത ക്വസ്റ്റ്യൻ, റാം ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയിട്ടുള്ള നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? മല്ലി, രേഷ്മ, സുമതി, കിരൺ. അപ്പം സുമതിയാണ് ഈ ഒരു നോവലിലെ കഥാപാത്രം അല്ലാത്തത്. അപ്പോൾ ഈ നോവൽ വായിച്ചവർക്ക് കൃത്യമായിട്ട് ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റും. കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യമാണ്.
ഇനി അടുത്തതായിട്ട് 11ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? അത് ഗഗൻയാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. അടുത്ത ക്വസ്റ്റ്യൻ 12, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് കേട്ടോ. സി ഓപ്ഷനാണ്. ഓപ്പറേഷൻ സഫേദ് സാഗർ എന്ന പേരിലാണ് 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണെന്നാണ്? മനു ഭാക്കറാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനു ഭാക്കറാണ്. മനു ഭാക്കർ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ആണ് കേട്ടോ. അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം പർവ്വതനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാരക്കോറം പർവ്വതനിരകളിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം പറയുന്നത് എന്താ വെച്ചാൽ പഠിച്ചുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ്? അപ്പോൾ അതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊരു 2 തവണ വായിച്ചിട്ട് മനസ്സിലുറപ്പിക്കാം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. അത് കറക്റ്റാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിര കോളാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിര പോയിൻ്റാണ്. അപ്പോൾ 4ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശമാണ്. ഇന്ത്യയിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിര കോളാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിര പോയിൻ്റാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക, തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ 2ഉം 4ഉമാണ് കേട്ടോ അതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ടാമത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുഡ്. കറക്റ്റാണല്ലോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുഡ്. ഇനി അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. അപ്പോൾ ഇത് 2ഉം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാകുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാകുഡാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള അണക്കെട്ടാണ് ഹിരാകുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ട് ഏതാണ്? കല്ലണക്കെട്ട് നാഗാർജുന സാഗറാണ്. നാഗാർജുന സാഗറാണ് ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ട്. അടുത്തത്, പെരിയാറിൻ്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? അത് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം അതിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പോൾ അതിൽ 1ഉം 3ഉമാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ കൂടിയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബന്ധമില്ലാത്തതാണെന്ന് അവിടെ നമുക്ക് അടിവരയിട്ടിട്ട് വെക്കാം. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭയാണ്. അത് 2ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. അപ്പോൾ ബന്ധമുള്ള പ്രസ്താവന നമുക്കൊന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളായിരിക്കും. അതുപോലെ തന്നെ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ലോകസഭയാണ്. ലോകസഭയുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനകൾ അത് 2ഉമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 3 മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഉൽപ്പാദനത്തിലും വരുമാനത്തിലും വർധനവ്.
ഉൽപ്പാദനത്തിലും വരുമാനത്തിലും വർധനവ്. അതാണ് ഈ ഒരു ആൻസറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനി നോക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ LGSന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇതുപോലെ നമ്മൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ മാക്സിമം പഠിക്കുന്ന ഒരു രീതിയിലേക്ക് മാക്സിമം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് രണ്ടാം ഘട്ടം ഒത്തിരി ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ LGS ലെവലിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കേണ്ടതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. LGS എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ.